നമസ്കാരം, ഹെൽത്തി ബൈറ്റ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാവുന്ന മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു കർക്കിടക പുട്ട് അഥവാ ഹെർബൽ പുട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുമുള്ള കുറച്ച് പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നമ്മുടെ കർക്കിടക പുട്ടിന് വേണ്ടിയിട്ടുള്ള പച്ചമരുന്നുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ദശപുഷ്പങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കറുക എടുത്തിട്ടുണ്ട്, പിന്നെ മുയൽ ചെവിയൻ, എല്ലാം ഓരോ തണ്ട് വെച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. മുക്കൂറ്റി, ഇതാണ് ചെറുള, അതും ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ദശപുഷ്പങ്ങളിൽ ബാക്കിയുള്ളത് ഉഴിഞ്ഞ, തിരുതാളി, പൂവാങ്കുറുനില, നിലപ്പന, വിഷ്ണുക്രാന്തി, കയ്യൂന്നി എന്നിവയാണ്. അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ 4 കൂട്ടമേ എനിക്ക് ദശപുഷ്പങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ മറ്റ് പച്ചമരുന്നുകൾ എടുത്തിട്ടുണ്ട്. കിഴുകാനെല്ലി ഒരു തണ്ട്, പിന്നെ ഇതാണ് തഴുതാമ, അതും ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. കൃഷ്ണതുളസി തന്നെ കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതും ഒരു തണ്ട്. പിന്നെ ഒരു ചെറിയ തണ്ട് കുറുന്തോട്ടി. അപ്പം ഞാനിവിടെ ഒരു 8 കൂട്ടം പച്ചമരുന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ളതല്ല, നിങ്ങളുടെ പരിസരത്തുള്ള ഏതും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ കപ്പ് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളുടെ കറുക, ഈ പച്ചമരുന്നുകളെല്ലാം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കട്ടിയുള്ള തണ്ട് എടുക്കണ്ട, കാരണം ഇത് പൊടിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. ഇതെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. കട്ടി കുറഞ്ഞ തണ്ടാണ്, നമുക്ക് അതുകൂടെ കൂട്ടിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുട്ടുപൊടിയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പോളമാണ് ഇനി ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ പുട്ടുപൊടിയുടെ കളറ് തന്നെ നല്ല പച്ച കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പച്ച ഇലകളെല്ലാം കൂടെ പൊടിച്ച് ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയുടെ ബാക്കി നമ്മൾ വെച്ചിരുന്ന 1/2 കപ്പേ നമ്മൾ പൊടിക്കാൻ വേണ്ടി എടുത്തുള്ളൂ, ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇന്ദുപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ നമുക്ക് ആവശ്യാനുസരണം തന്നെ ചേർക്കാം, കാരണം ഇതിന് നന്നായിട്ട് നമ്മൾ തേങ്ങ ചേർക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഈ മരുന്നിൻ്റെ ടേസ്റ്റൊക്കെ കാരണം നമുക്ക് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം 1/2 കപ്പോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്താൽ നല്ലതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോസസ്സ്. നമ്മൾ ഈ മരുന്നെല്ലാം ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ സാധാരണ അരിപ്പൊടിയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, പുട്ടുപൊടിയാണ്. അപ്പോൾ പുട്ടുപൊടിക്ക് നല്ലപോലെ വെള്ളം വേണം. അപ്പോൾ ഞാൻ 1 കപ്പ് തന്നെ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേനും ഇത് നല്ല കണക്ക് പരുവാവും. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടി റെഡിയായോ നമുക്ക് നോക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു ബോളാക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് ഇത് പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ പുട്ടുപൊടിയുടെ ഒരു കണക്ക്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന പുട്ടുപൊടിക്ക് 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇനി ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പുട്ടുപൊടി ആയിരിക്കുമല്ലോ, അപ്പോൾ അത് ഒരു 3/4 കപ്പ് അല്ല 1/2 കപ്പൊക്കെ ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നനച്ചെടുത്താൽ മതിയാവും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നനയ്ക്കുമ്പം നന്നായിട്ട് നനയുകയും വേണം. അതല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിത് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് മാറ്റാം. ഞാനിവിടെ ചിരട്ട പുട്ടിൻ്റെ കുറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ചില്ലിട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ട് ഏകദേശം ഒരു 3 ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആവിക്ക് വെച്ചെടുക്കാം.
ഞാനിവിടെ ഓൾറെഡി ഒരു കുക്കർ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിരട്ടപ്പുട്ട് നമുക്ക് അടച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇരുന്ന് ആവി വന്ന് തുടങ്ങി കഴിയുമ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഒരു 5 തൊട്ട് 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കർക്കിടക പുട്ട് ഇനി നമുക്ക് വിളമ്പാം. നമ്മുടെ കർക്കിടക പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ കറികളുടെ ഒപ്പം ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. ചെറിയൊരു ചമർപ്പുണ്ടാവും, പക്ഷേ വളരെ നല്ലതാണ്, കഴിക്കാൻ പറ്റുക. പിന്നെ കറികളുടെ കൂടെ കുഴ കഴിക്കുമ്പോൾ നമുക്ക് അത്ര അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കർക്കിടക പുട്ടിൻ്റെ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏത് പച്ചമരുന്ന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ തുളസി മാത്രം ഇട്ട് നമുക്ക് തുളസിപ്പുട്ട് ഉണ്ടാക്കാം. അതുപോലെ കൊടപ്പൻ എന്ന് പറഞ്ഞ ഒരു പച്ചമരുന്നുണ്ട്, അത് ഉപയോഗിച്ചൊക്കെ നമുക്ക് പുട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.